നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഏറ്റവും അവസാനം വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വർഷത്തെ BSc നഴ്സിംഗ് 2024 അഡ്മിഷൻ BSc നഴ്സിംഗിന്റെ ക്ലാസുകൾ ഇന്ന് തുടങ്ങണം. അതുപോലെ തന്നെ ഏത് ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ എൻട്രൻസ് എക്സാംസ് നടത്തപ്പെടണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. പുതിയ സിലബസ് ആയതിനാൽ എൻട്രൻസ് പരീക്ഷകൾ നടത്തി മാത്രമായിരിക്കണം BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ നൽകുക എന്നുള്ളത്. പക്ഷേ നിരവധി സംസ്ഥാനങ്ങളിൽ അങ്ങനെ നടന്നിട്ടില്ല. അതിൽ എടുത്തു പറയേണ്ട രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. പക്ഷെ മറ്റുള്ള മിക്കവാറും വരുന്ന സൗത്ത് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന എൻട്രൻസ് എക്സാം അഥവാ നീറ്റ് വഴിയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് വഴിയോ ഒക്കെ നടത്തപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വർഷം അത് വളരെയധികം സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ പറഞ്ഞതനുസരിച്ച് ജൂൺ മാസം 15-ാം തീയതിക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു എൻട്രൻസ് എക്സാംസ് നടത്തപ്പെടണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അത് അഥവാ സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിലോ ഈ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എൻട്രൻസ് പരീക്ഷകൾ കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ള അതിന്റെ അഡ്മിഷൻ നടപടികൾ, അതായത് ക്ലാസുകൾ തുടങ്ങുന്ന നടപടികൾ ഏകദേശം ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെയാണ് അവർ നൽകിയിരിക്കുന്നത്. അതായത് സെപ്റ്റംബർ മാസം 30-ാം തീയതിക്ക് ശേഷം അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ക്ലാസുകൾ കമൻസ് ചെയ്യാൻ ക്ലാസുകൾ തുടങ്ങും എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ഒരു +2ന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം വളരെ കാലതാമസം നേരിട്ടാണ് പല കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കും. വളരെയധികം കാലതാമസം കൊടുക്കാതെ എത്രയും വേഗം തന്നെ എൻട്രൻസ് പരീക്ഷകളുടെ നടത്തിപ്പും അതുപോലെ തന്നെ അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സും എല്ലാം കഴിഞ്ഞ് എത്രയും വേഗം തന്നെ സെപ്റ്റംബർ മാസം 30-ാം തീയതിക്കുള്ളിൽ തന്നെ അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ക്ലാസുകൾ തുടങ്ങണമെന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലും തമിഴ്നാട്ടിലെയും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആശങ്കയിലായിരിക്കുക. കാരണം ഇതുവരെയും അതിന്റെ യാതൊരു നടപടികളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലാണെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടകത്തിൽ മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു എൻട്രൻസ് എക്സാം KEA നടത്തുന്ന CET എക്സാംസ് അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ നീറ്റിന്റെ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേങ്കിൽ ഈ പ്രാവശ്യവും എൻട്രൻസ് പരീക്ഷകൾ നടത്തപ്പെടുക. അപ്പോൾ ആന്ധ്രയിലും തെലങ്കാനയിലും അവര് നീറ്റിന്റെ അതുപോലെ തന്നെ അവരവരുടെ സ്റ്റേറ്റ് ലെവലിൽ നടത്തിയിരിക്കുന്ന UG CET എക്സാംസും അവർ നടത്തിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർണാടകയിലെ CET എക്സാമിന് വേണ്ടി ആപ്ലിക്കേഷൻസ് നൽകുക. അതുപോലെ തന്നെ നീറ്റ് എക്സാമിനും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നീറ്റും ഈ പറയുന്ന ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെല്ലാം ബാധകമായിട്ട് വരുന്ന ഒരു എക്സാം ക്രൈറ്റീരിയ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എൻട്രി ലെവൽ എക്സാംസ് അല്ല എൻട്രൻസ് എക്സാംസ് ഒക്കെ നിങ്ങൾ അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം കേരളവും തമിഴ്നാടും മാത്രം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലൊക്കെയാണ് എൻട്രൻസ് എക്സാം അനൗൺസ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും ഇതിന്റെ അധികാരികൾ എത്രയും വേഗം തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ തീർച്ചയായും ഈ ചാനലിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതുമാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.